അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറ ബഖറയിൽ നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത് മുനാഫിക്കീങ്ങളെക്കുറിച്ചും അവരാരാണ് എന്ന് അള്ളാഹു കുറച്ചും കൂടെ വ്യക്തമാക്കിയിട്ട് പറഞ്ഞു തരുന്നതിനെക്കുറിച്ചുമാണ്. അവർ കരാർ ലംഘിച്ചവരാണ്, അള്ളാഹുവോട് ചെയ്ത കരാറിലെ ടേംസ് ലംഘിച്ചവരാണ്, അള്ളാഹു കൂട്ടിച്ചേർക്കാൻ കൽപ്പിച്ചതിനൊക്കെ ബ്രേക്ക് ചെയ്തവരാണ്. അതുപോലെ വയുഫ്സിദൂന ഫിൽ അർള്, നാട്ടിൽ ഫസാദ് ഉണ്ടാക്കുന്നവരാണ്. അവരെക്കുറിച്ച് പറഞ്ഞു ഉലായിക ഹുമുൽ ഖാസിറൂൻ, അവരാണ് നഷ്ടക്കാർ. കാരണം അവർ ഈമാനില്ലാത്തവരാണ്. ഈമാനില്ലാത്തവരുടെ കൂട്ടത്തിലാണ് വമിനന്നാസി മൻ യഖൂലു ആമന്ന, ഈമാൻ ഉണ്ട് എന്ന് ജനങ്ങളിൽ പറയുന്ന ഒരു കൂട്ടരുണ്ട്. പക്ഷെ അവർക്ക് ഈമാനില്ല, അവർ ചെയ്യുന്നത് കുഫറാണ്. അതുകൊണ്ട് അവർക്ക് ഹിദായത്ത് കിട്ടുന്നില്ല. അവർ ഡഫും ഡമ്പും മ്യൂട്ടൊക്കെ ആണെന്ന് കുറച്ച് നേരത്തെ പറഞ്ഞു. അവർ മടങ്ങില്ല, അവരെ ആര് ക്ഷണിച്ചിട്ടും കാര്യമില്ല. ഹിദായത്ത് കിട്ടുന്നത് ഈമാനുള്ളവർക്കാണ്, മുത്തക്കികൾക്കാണ്. അവരെ അഭിസംബോധന ചെയ്താണ് അള്ളാഹു ചോദിക്കുന്നത്, കൈഫ തക്ഫുറൂന ബില്ലാ, നിങ്ങൾക്ക് എങ്ങനെ അള്ളാഹുവിനെ നിഷേധിക്കാനും നന്ദികേട് കാണിക്കാനും കഴിയും അള്ളാഹുവിനോട്? എങ്ങനെ ആയിരിക്കെ വകുന്തും മംവാത്തൻ ഫഹിയാക്കും, നിങ്ങൾ ഡെഡായിരിക്കെ എന്നിട്ടവൻ നിങ്ങളെ ജീവിപ്പിച്ചു. സുമ്മ യുമീത്തുക്കും, അതിനു പുറമെ അവൻ നിങ്ങളെ മരിപ്പിക്കുകയും സുമ്മ യുഹ്യീക്കും, നിങ്ങളെ ജീവിപ്പിക്കുകയും സുമ്മ ഇലൈഹി തുർജഊൻ, അതിനോടൊപ്പം നിങ്ങൾ അവനിലേക്കാണ് മടക്കപ്പെടുന്നത് എന്നിരിക്കെ നിങ്ങൾക്കെങ്ങനെ അവനോട് നന്ദികേടും നിഷേധവും കാണിക്കാൻ കഴിയും എന്ന് പറഞ്ഞെടുത്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. ഇനി അള്ളാഹു പറയുന്നത് ഹിദായത്തിൻ്റെ തുടക്കം എങ്ങനെയാണ്. ഒന്നാമത് ഹിദായത്തിൻ്റെ വാഹകരായ മനുഷ്യർ, അവരുടെ പിതാവിനെക്കുറിച്ചാണ്. അതുവഴി അള്ളാഹു പറയുന്നത് ഹിദായത്ത് ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിലൊന്നും പരിമിതമല്ല. അള്ളാഹു എന്താണ് ആദിമ പിതാവിന് കൊടുത്ത വാഗ്ദാനം, ഹിദായത്ത് എങ്ങനെയാണ് തുടങ്ങിയത്, ഹിദായത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിനെ കുറിച്ചാണ് പറയുന്നത്. മാത്രവുമല്ല അവിടുന്ന് എങ്ങനെയാണ് വഴിതെറ്റിയത്, മനുഷ്യൻ വഴിതെറ്റുന്നതിൻ്റെ തുടക്കം എന്താണ്. ആ സംഭവത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അള്ളാഹു ആദ്യം പറയുന്നു, ഹുവല്ലദി ഖലഖലക്കും മാ ഫിൽ അർളി ജമീഅ, അവനാകുന്നു നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചത്, മാഫിൽ അർളി ജമിയ, ഭൂമിയിലുള്ളത് മുഴുവനും. നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിലുള്ളത് മുഴുവനും സൃഷ്ടിച്ചത് അവനാണ്. നിങ്ങൾ അതിനു വേണ്ടി എന്നല്ല, ഭൂമിയിലുള്ളതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ്. വിശുദ്ധ ഖുർആനിൽ പലയിടത്തായിട്ട് കാണാൻ കഴിയും നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി എന്നുള്ള എംഫസൈസ് ചെയ്ത് പറയുന്നത് കാണാൻ കഴിയും. ഉദാഹരണത്തിന് സൂറ നഹ്ലിൽ കാണാം, വൽ അൻആമ, കാലികളെ ഖലഖഹ, അവൻ സൃഷ്ടിച്ചു, ലക്കും, നിങ്ങൾക്ക് വേണ്ടി. ഫീഹാ ദിഫ് ഉൻ, അതിൽ നിങ്ങൾക്ക് ചൂടുണ്ട്, അഥവാ ചൂട് തരുന്ന കമ്പിളിയുണ്ട്. വ മനാഫിയോ, അനേകം ബെനിഫിറ്റ്സ് ഉണ്ട്. വ മിൻഹാ തൗക്കുലൂൻ, അതിനെ നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു. അതിൽ നിങ്ങൾക്കുള്ള പല ഉപകാരങ്ങൾ എണ്ണുകയാണ്. വലക്കും ഫീഹാ ജമാലുൻ ഹീന തുരീഹൂന വഹീന തസ്റഹൂൻ, അത് വൈകുന്നേരം തിരിച്ചു വരുമ്പോഴും വീട്ടിലേക്ക്, രാവിലെ വീട്ടിൽ നിന്ന് മേയാൻ പോകുമ്പോഴും നിങ്ങൾക്കതിലൊരു കൗതുകമുണ്ട്. അതുപോലെ അത് നിങ്ങളെ വഹിച്ചു കൊണ്ടുപോകുന്നു. നിങ്ങൾക്ക് എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങളെ ലഗേജൊക്കെ എടുത്ത് അത് കൊണ്ടുപോകുന്നു. വതഹ്മിലു അസ്കാലക്കും, നിങ്ങളുടെ ലഗേജ് അത് വഹിക്കുന്നു. ഇലാ ബലദിൻ ലം തകൂനു ബാലിഗി, നിങ്ങൾക്ക് എത്താൻ ബുദ്ധിമുട്ടുള്ള, ഇല്ലാ ബിഷിഖിൽ അൻഫുസ്, പ്രയാസപ്പെട്ടുകൊണ്ടല്ലാതെ നിങ്ങൾക്ക് എത്താൻ ബുദ്ധിമുട്ടുള്ള നാടുകളിലേക്ക് നിങ്ങളെ ലഗേജും വഹിച്ചത് പോകുന്നു. ഇങ്ങനെ പലതിനെക്കുറിച്ചും അള്ളാഹു പറയുന്നു. ഹുവല്ലദി അൻസല മിനസ്സമാഇ മാഅൻ ലക്കും, അവനാകുന്നു ആകാശത്ത് നിന്ന് മഴയെ വർഷിപ്പിക്കുന്നത്, വെള്ളത്തെ ഇറക്കുന്നത് അവനാണ്. ലക്കും, നിങ്ങൾക്ക് വേണ്ടി. മിൻഹു ഷറാബുൻ, അതിൽ നിങ്ങൾക്ക് കുടിവെള്ളമുണ്ട്. വമിൻഹു ഷജറുൻ ഫിഹി തുസീമൂൻ, അതിനാൽ തന്നെ നിങ്ങൾ മേക്കുന്ന പുല്ലുകളും ചെടികളൊക്കെ മുളപ്പിക്കപ്പെടുന്നു. യുംബിത്ത് ലക്കും ബി സറഅ വസ്സൈത്തൂന വന്നഖീല വല്ലഅനാബ മിൻ കുല്ലി സമറാത്ത്, അതുവഴി തന്നെ മുളപ്പിക്കപ്പെടുന്നു, അഥവാ വളർത്തുന്നു നിങ്ങളുടെ ഫലങ്ങൾ, എല്ലാ ഫലങ്ങളും, മുന്തിരികളും ഈന്തപ്പനയും ജെയ്ത്തും അതുപോലെയുള്ള കൃഷികളൊക്കെ അതിനാൽ മുളപ്പിക്കപ്പെടുന്നു. ഇന്ന ഫീ ദാലിക ലആയതൻ ലിഖൗമി യതഫക്കറൂൻ, അതിൽ ചിന്തിക്കുന്ന ജനതക്ക് തെളിവുകളുണ്ട്. പിന്നെ അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്ക് രാവിനെയും പകലിനെയും അവൻ വിധേയപ്പെടുത്തി തന്നിരിക്കുന്നു.
നിങ്ങൾക്ക് സബ്ജുഗേറ്റ് ചെയ്തു തന്നിരിക്കുന്നു. വസഖറ ലക്കുമുൽ ലൈല വൻ നഹാറ വശംസ വൽ ഖമറ. അവൻ നിങ്ങൾക്ക് തസ്ഖീർ ചെയ്തിരിക്കുന്നു. സഖറ ലക്കും, നിങ്ങൾക്ക് വേണ്ടി അവൻ വിധേയപ്പെടുത്തി തന്നിരിക്കുന്നു, നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പാകത്തിലാക്കി തന്നിരിക്കുന്നു. അല്ലയില രാവിനെ, രാത്രിയെ, വന്നഹാറ പകലിനെ, അതുപോലെ വശംസ വൽ ഖമറ സൂര്യനെയും ചന്ദ്രനെയും. അങ്ങനെ ഓരോ കാര്യങ്ങളും. വഹുവല്ലദി സഖറൽ ബഹറ, കടലിനെ നിങ്ങൾക്കവൻ വിധേയപ്പെടുത്തി തന്നിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെന്താ ചെയ്യുന്ന ലി തൗക്കുലു മിന്നു ലഹ്മൻ ത്വരീയൻ, നല്ല പുതുമാംസം, നല്ല ഫ്രഷായ മത്സ്യം നിങ്ങൾക്ക് അതിൽ നിന്ന് ഭക്ഷിക്കാൻ കഴിയുന്നു. അതുപോലെ അതിൽ നിന്ന് നിങ്ങൾ നല്ല അലങ്കാരത്തിൻ്റെ ആഭരണങ്ങളും മുത്തുകളും ചിപ്പികളും അങ്ങനെയുള്ള സംഗതികളൊക്കെ എടുക്കുന്നു. വതസ്തഖ്രിജു മിൻഹു ഹില്യ, അതിൽ നിന്ന് നിങ്ങൾ ഹില്യ അലങ്കാരങ്ങൾ എടുക്കുന്നു. തൽബസൂന, നിങ്ങൾ അണിയുന്ന അലങ്കാരങ്ങൾ. അതുപോലെ നിങ്ങളതിലൂടെ കപ്പലോടിക്കുന്നു. അള്ളാഹുവിൻ്റെ ലി തബ്തവു മിൻ ഫളിലി, അള്ളാഹുവിൻ്റെ ഫളിൽ അന്വേഷിച്ചുകൊണ്ട് നിങ്ങൾ കപ്പലോടിക്കുന്നു. അങ്ങനെ ഓരോ കാര്യം പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു വൈൻ തഉദ്ദു നിഅമത്തല്ലാ ലാ തഹ്സുഹ, വൈൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ. നിങ്ങൾ അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ തിട്ടപ്പെടുത്താൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാ തുഹ്സുഹ, നിങ്ങൾക്കതിനെ ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. ഇന്നല്ലാഹ ലഗഫൂർ റഹീം, അള്ളാഹു വളരെ കാരുണ്യമുള്ള, പുറത്തു തരുന്ന ആളാണ്. ഇങ്ങനെ ഖുർആനിൽ നിങ്ങൾക്ക് വേണ്ടി എന്ന് പലയിടങ്ങളിലായിട്ട് പറയുന്നുണ്ട്. അള്ളാഹു ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഭൂമിയിലെ ഓരോന്നും ഒരുക്കിയത് നിങ്ങൾക്ക് വേണ്ടിയാണ്. അതാണ് ഇവിടെ പറയുന്നത് ഹുവല്ലദി ഖലഖലക്കും മാഫിൽ അർളി ജമിയ, ഭൂമിയിലുള്ളത് മുഴുവനും നിങ്ങൾക്ക് വേണ്ടിയാണ് അവൻ സൃഷ്ടിച്ചത്. അതിന് പുറമേ സുമ്മസ്തവ ഇല സമായി ഫസവ്വാഹുന്ന സബ്അ സമാവാത്ത്, സുമ്മസ്തവ, അതോടൊപ്പം അവൻ ആകാശത്തേക്ക് തിരിയുകയും ആകാശത്തെ 7 ആകാശമായിട്ട് സമപ്പെടുത്തുകയും ചെയ്തു. ഇവിടെ സുമ്മ എന്ന് പറഞ്ഞത് അതിന് ശേഷം എന്നുള്ള അർത്ഥത്തിലല്ല, അതിനെ തർത്തീബ് റുത്തുബി എന്നാണ് പറയുക, അല്ലെങ്കിൽ തർത്തീബുൽ ഇഖ്ബാർ. നേരത്തെ പറഞ്ഞതിൻ്റെ അതേ ഓർഡറിൽ, ക്രോണോളജിക്കൽ ഓർഡർ എന്നല്ല. ആദ്യം ഭൂമിയിലെല്ലാം സംവിധാനിച്ചു പിന്നെ അവൻ ആകാശം ഉണ്ടാക്കി, അതല്ല. സുമ്മയുടെ പ്രത്യേകത നേരത്തെ പറഞ്ഞതിന് പുറമെ, മോറോവർ, അതുമായിട്ട് നേരിട്ട് ടൈമിൻ്റെ കണക്ഷനില്ല, സമയപരമായ ബന്ധമില്ല. പലപ്പോഴും സുമ്മയ്ക്ക് ശേഷം പറയുന്നത് നേരത്തെ പറഞ്ഞതിനേക്കാൾ അഹമ്മായിട്ടുള്ള, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്നാണ് മുഫസ്സിരീങ്ങൾ പറയുന്നത്. ആദ്യം പറയുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ്. ആദ്യം പറയുന്നത് ഇന്ന സംഗതി വാങ്ങിക്കഴിഞ്ഞാൽ എത്ര ഓഫർ ഉണ്ട് എന്നൊക്കെ പറയുന്നു. രണ്ടാമത് പറയുന്നു അതിന് പുറമേ നിങ്ങൾക്ക് വാങ്ങിയ ആൾക്കാരിൽ നിന്ന് ഇത്ര പേരെ സെലക്ട് ചെയ്തിട്ട് ഇത്ര വലിയ സമ്മാനം കിട്ടും എന്നൊക്കെ പറയും പോലെ ആദ്യം പറഞ്ഞതിനേക്കാൾ അഹമ്മായിട്ടുള്ള കാര്യമാണ് രണ്ടാമത് സുമ്മ വെച്ചിട്ട് പറയുന്നത് എന്ന് പറയപ്പെടുന്നു. ആദ്യം ഭൂമിയെ സംവിധാനിച്ചു പിന്നെ ആകാശം എന്ന ക്രോണോളജി ഖുർആൻ പറയുന്നില്ല. ഖുർആൻ ചില സ്ഥലത്ത് തിരിച്ചും പറയുന്നുണ്ട്. ഉദാഹരണത്തിന് സൂറ നാസിയാത്തിൽ പറയുന്നത് ആന്തും അഷദ്ദു ഹൽക്കൻ, നിങ്ങളാണോ സൃഷ്ടിയിൽ സ്ട്രോങ്, അമിസ് സമാഉ, അല്ലെങ്കിൽ ആകാശമാണോ, ബനാഹ, അതിനെ അവൻ സൃഷ്ടിച്ചു. ആകാശമാണല്ലോ എങ്കിൽ അതിനെ അവനാണ് സൃഷ്ടിച്ചത്. റഫഅ സംകഹ ഫസവ്വാഹ, അതിൻ്റെ ഉയർച്ചയെ അവൻ ഉയർത്തി. രസകരമായ ചില പ്രയോഗങ്ങളാണ്. അതിൻ്റെ മേൽപ്പുരയെ അവൻ ഉയർത്തി. ഓൾറെഡി ഉയർന്നു നിൽക്കുന്ന സാധനത്തിനാണ് സംക്ക് എന്ന് പറയാം. അതിനവൻ ഉയർത്തി. ഫസവ്വാഹ, എന്നിട്ട് അതിനവൻ സമപ്പെടുത്തി. വഗ്തശ ലൈലഹ, അതിലെ രാത്രിയെ അവൻ ഇരുട്ടാക്കി. രാത്രി ഓൾറെഡി ഇരുട്ടാണ്, പക്ഷെ അള്ളാഹു പറയുന്നു അവൻ ഇരുട്ടാക്കിയത് കൊണ്ടാണ് ഇരുട്ടായത്. വഖറജ ലുഹാഹ, അതിലെ പകലിനെ അല്ലെങ്കിൽ വെളിച്ചത്തെ അവൻ പുറത്തു കൊണ്ടുവന്നു. പകലിനെ അവൻ വെളിച്ചമാക്കി. പകൽ ഓൾറെഡി വെളിച്ചമാണ്, പക്ഷെ അള്ളാഹു ആക്കിയത് കൊണ്ടാണ് ആയത് എന്ന് പറയാൻ വേണ്ടിയാണ് ആ ഒരു ശൈലി പ്രയോഗിച്ചത്. അതിനുശേഷം വല്ലർല ബഅദ ദാലിക, അതിനുശേഷം ഭൂമിയെ ത്വഹാഹ, അവൻ സ്ട്രെച്ച് ചെയ്തു. അപ്പോൾ ഇവിടെ അതിനുശേഷം എന്നാണ് പറയുന്നത്, ആകാശത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആകാശം ആദ്യം ഭൂമി അവസാനം, അല്ലെങ്കിൽ ഭൂമി ആദ്യം ആകാശം അവസാനം എന്നത് വിഷയമല്ല. അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് സുമ്മ എന്ന് പറഞ്ഞത് പിന്നീട് എന്നുള്ള ലിറ്ററൽ അർത്ഥത്തിലല്ല. അതുപോലെ ഇസ്തവ എന്ന് പറഞ്ഞാൽ ശരിക്ക് അസുല് അതിൻ്റെ അൽ ഇസ്തിഖാമ വ അദ്മുൽ ഇഅ്വിജാജ് എന്നാണ്. ഇബ്നു ആഷൂർ റഹിമഹുല്ലാഹ് അതിൻ്റെ
ഡിഫൈൻ ചെയ്യുന്ന അങ്ങനെയാണ്. ഇസ്തിഖാമത്താണ്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒന്നിൽ സ്റ്റേണായിട്ട് നിലകൊള്ളലാണ്. അദ്മുൽ ഇവിജാജ്, ക്രൂക്കിനെസ്സിൻ്റെ അഭാവമാണ്, ഡീവിയേഷൻ്റെ അഭാവമാണ്. യുക്കാലു സിറാത്തുൻ മുസ്തവിൻ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്റ്റേണായിട്ടുള്ള സ്റ്റഡി ആയിട്ടുള്ള വഴി എന്ന പ്രയോഗം ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഇസ്തവ ഷൈഉ മുതാവി സിവാഉ വയുത്ലഖു മജാസൻ അൽ ഖസ്ദി ഇല ഷൈ. അത് അലിഗോറിക്കലി, റിയലായിട്ടുള്ള സെൻസിലല്ല, അത് അലിഗോറിക്കലി ആ വാക്ക് ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തെ ലക്ഷ്യം വെക്കുന്നതിനാണ്. അലൽ ഖസ്ദി ഇല ഷൈ ബി അസ്മിൻ, വളരെ ദൃഢനിശ്ചയത്തോടെ, വസുർഅ, പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി തീരുമാനിക്കുന്നതിനാണ് മജാസൻ, അലിഗോറിക്കലി, ആലങ്കാരികമായിട്ട് ഈ പദം ഉപയോഗിക്കുന്നത്. അപ്പോൾ അള്ളാഹു ആകാശത്തിലേക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആകാശത്തെ സമപ്പെടുത്താൻ, അതിനെ ശരിയാക്കാൻ അവൻ തീരുമാനിച്ചു. അവൻ്റെ ഇൻറ്റൻഷനും അവൻ്റെ അതിനുള്ള തയ്യാറെടുപ്പുമാണ്. അങ്ങനെ അവൻ ആകാശത്തെ 7 ആകാശമായിട്ട് സമപ്പെടുത്തി. ആകാശം എന്ന് പറഞ്ഞാൽ ഭൂമിയല്ലാത്ത ഉപരി ലോകം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് ഭൂമിക്ക് ഉപരി ആയിട്ട് മേലെയുള്ള എല്ലാം. അതിനെക്കുറിച്ച് പണ്ട് മുതലേ 7 ആകാശം എന്ന സങ്കല്പം നേരത്തെ നിലനിന്ന് പോകുന്നതാണ്. അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നില്ലെങ്കിലും നേരത്തെ മതഗ്രന്ഥങ്ങളിലും ബൈബിളിലും മറ്റ് പല ഗ്രന്ഥങ്ങളിലും നേരത്തെയുള്ള ജനതയുടെ വിശ്വാസങ്ങളിലൊക്കെ 7 ആകാശമെന്ന് നിലനിന്ന് പോകുന്ന ഒരു സങ്കല്പമാണ്. മാത്രമല്ല സെമിറ്റിക് മതങ്ങളിലൊക്കെ അല്ലെങ്കിൽ സെമിറ്റിക് ഭാഷയിലും ഒക്കെ 7 എന്നുള്ളത് കുറേ എന്നതിൻ്റെ, ഒരുപാട് എന്നതിൻ്റെ ഒരു വാക്കും കൂടിയാണ്. 7, 70, 70,000, 700 എന്നൊക്കെ ഉള്ളത് ഒരുപാട് എന്ന് കുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്ക് കൂടിയാണ്. എന്തായാലും 7 എന്നാണ് അള്ളാഹു പറയുന്നത്. 7 ആകാശമായിട്ട് അതിനെ സമപ്പെടുത്തിയവൻ, അതിനു പുറമെ വഹുവ ബിക്കുല്ലി ഷൈഇൻ അലീം, എല്ലാ കാര്യത്തെക്കുറിച്ചും അവൻ അറിയുന്നവനാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, വൈദ് ഖാല റബ്ബുക ലിൽ മലായിക, വൈദ് ഖാല റബ്ബുക, നിന്റെ റബ്ബ് പറഞ്ഞ സമയം, പറഞ്ഞ സന്ദർഭം, ലിൽ മലായികത്തി, മലക്കുകളോട്. എന്താണ് റബ്ബ് പറഞ്ഞത്? ഇന്നി ജായിലുൻ ഫിൽ അർലി ഖലീഫ, ഞാൻ ഭൂമിയിലൊരു ഖലീഫയെ നിയോഗിക്കാൻ പോവുകയാണ്. ഖലീഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ആളെന്നുള്ള അർത്ഥമുണ്ട്. അലിഗോറിക്കലി, മജാസൻ, അതൊരാൾക്ക് പകരമായിട്ട് റെപ്രസെൻറ്റേറ്റീവായിട്ട് വരുന്ന ആൾ എന്ന അർത്ഥവുമുണ്ട്. ലിറ്ററലി അതിൻ്റെ അർത്ഥം ഹൽഫ് എന്ന് പറഞ്ഞാൽ ബിഹൈൻഡ് എന്നാണ്. യഹ്ലുഫു, ഒരാൾക്ക് ശേഷം വരിക. അപ്പോൾ ഖലീഫ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ശേഷം വരുന്ന ആൾ. ആ അർത്ഥത്തിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫത്തു റസൂൽ എന്ന്, റസൂലിന് ശേഷം വന്ന നേതാവ് എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത്. അപ്പോൾ ഒരാൾക്ക് ശേഷം വരുന്നത് എന്നാണ് ലിറ്ററലി അർത്ഥം. പക്ഷേ അലിഗോറിക്കലി അല്ലെങ്കിൽ ഫിഗറേറ്റീവ്ലി ഒക്കെ പറയുമ്പോൾ ഈ വാക്ക് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ റെപ്രസെൻറ്റേറ്റീവ്. ഇവിടെ ഏത് അർത്ഥത്തിലാണ് എന്ന വിഷയത്തിലും പണ്ട് മുതലേ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഭൂമിയിൽ നേരത്തെ ജിന്നുകൾക്ക് ആധിപത്യം ഉണ്ടായിരുന്നെന്നും അവരെ തുടർന്നാണ് മനുഷ്യനെ ഭൂമിയിൽ അധിപനാക്കിയത് എന്നുമുള്ള കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ട് ജിന്നിനെ തുടർന്ന് വന്ന ആൾ എന്ന അർത്ഥത്തിലാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അതല്ല, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ഭൂമിയിൽ നടപ്പിലാക്കുന്ന ആൾ എന്നുള്ള അർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്നാണ് ഖലീഫ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ ആൾക്കാരുമുണ്ട്. അപ്പോൾ അള്ളാഹു പറഞ്ഞു മലക്കുകളോട്, ഞാൻ ഭൂമിയിലൊരു ഖലീഫയെ നിയോഗിക്കുകയാണ്. അപ്പം മലക്കുകൾ ചോദിക്കുന്നത്, ഖാലു, അവർ ചോദിച്ചു, അത്തജ്അലു ഫിഹ മൻ യുഫ്സിദു ഫിഹ, നീ അവിടെ ഫസാദ് ഉണ്ടാക്കുന്ന ഒരാളെയാണോ വെക്കാൻ പോകുന്നത്? വയസ്ഫിക്കു ദിമാ, രക്തം ചിന്തുന്ന ആളുകളെ. വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക, ഞങ്ങൾ ഉണ്ടായിരിക്കെ നിനക്ക് തസ്ബീഹ് ചെയ്യാനും നിന്നെ പരിശുദ്ധപ്പെടുത്താനും നിന്നെ ഹംദ് ചെയ്ത് തസ്ബീഹ് ചെയ്യാനും നിന്നെ സ്തുതിക്കാനും ഒക്കെ ഞങ്ങളുണ്ടായിരിക്കെ. ഖാല, അപ്പോൾ അള്ളാഹു പറഞ്ഞു, ഇന്നി അഅലമു മാലാ തഅലമൂൻ, നിശ്ചയം ഞാൻ അറിയുന്നു നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ. അപ്പോൾ മലക്കുകളോട് അള്ളാഹു ഭൂമിയിലൊരു ഖലീഫയെ നിയോഗിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മളതൊന്ന് മനസ്സിലാക്കേണ്ടത് ഇത് മാത്രമാണ് മലക്കുകളോട് പറഞ്ഞത് എന്നല്ല.
അതിനെ തുടർന്ന് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ മലക്കുകളോട് പറഞ്ഞു. മനുഷ്യനെ മുഴുവൻ മലക്കുകൾക്ക് മനസ്സിലായി. മലക്കുകൾക്ക് ഒരുപാട് നമ്മൾക്കറിയാത്ത ഡയമെൻഷനിൽ കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നവരാണ്. അതുകൊണ്ട് മനുഷ്യൻ എന്താണ്, മനുഷ്യ സമൂഹം എന്താണ്, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കാം മലക്കുകൾ ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകളെയാണോ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്ന ആളുകളാണോ? പാസ്റ്റും ഫ്യൂച്ചറൊക്കെ നമ്മളെ സെൻസിലാണ്, അവരെ സെൻസിൽ അവരതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പം അള്ളാഹു എല്ലാം വിവരിച്ചു കൊടുത്തതിന് ശേഷമായിരിക്കാം അവരുടെ ആ ചോദ്യം വരുന്നത്. ഇങ്ങനെയുള്ള ആളുകളെയാണോ നീ അവിടെ വെക്കാൻ പോകുന്നത്? അപ്പം അള്ളാഹു അതിന് മറുപടി പറയുന്നത്, നിങ്ങളിതൊക്കെയല്ലേ അറിയൂ മനുഷ്യരെക്കുറിച്ച്, എന്നാൽ നിങ്ങൾക്കറിയാത്ത കുറേ സംഗതികൾ എനിക്കറിയാം എന്നാണ്.